ബർത്ത്ഡേ സ്റ്റാർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്. എൻ്റെ വീട്ടിലൊരു കുഞ്ഞു വിശേഷമായിട്ട് വന്നതാണ് ഞാൻ. മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് അവൻ്റെ കൂട്ടുകാർ കൊടുത്ത ഒരു സന്തോഷം, അത് ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ 8-ാം തീയതി മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഒരു 11 മണിയായപ്പോൾ അവന്മാരെല്ലാം കൂടെ, അവൻ്റെ കൂട്ടുകാരന്മാരെല്ലാം കൂടെ ഒരു കേക്കുമായിട്ടൊക്കെ വന്ന്. അടിപൊളിയായിരുന്നു. ഈ വട്ടം ഞങ്ങൾ കേക്കൊന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോൾ അവന്മാർ കേക്ക് വാങ്ങിക്കൊണ്ട് വന്ന് എല്ലാവരും കൂടെ മുറിക്കുന്ന ഒരു സന്തോഷം ആണ് ഈ കാണുന്നത്. ഞങ്ങൾക്കറിയാമായിരുന്നു അവന്മാർ കേക്ക് കൊണ്ടുവരുമെന്ന്. അപ്പോഴും അവനും സംശയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവന്മാരെല്ലാവരും വീട്ടിൽ ഇതുപോലെ പോയി പണി കൊടുക്കുന്നതാണ്. അപ്പോൾ അവനും പണി കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അവന്. പക്ഷേ അവനും പണി കിട്ടി. അവസാനം ഒരു 8-ൻ്റെ പണി തന്നെ കിട്ടി. അപ്പോൾ സന്തോഷത്തോടെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് എൻ്റെ വായിക്കൊണ്ട് വെച്ച് തന്ന് ഞാൻ അവനും കൊടുത്തു. നല്ലതായിരുന്നു. പിന്നെ അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൊടുത്ത്. എല്ലാവരും വന്ന് നല്ലതായിരുന്നു കേട്ടോ. ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷമെന്ന് പറയുന്നത്. എല്ലാ വട്ടവും ഞങ്ങൾ കേക്ക് വാങ്ങി മുറിക്കുന്നതാണ്. ഈ വട്ടം മുറിച്ചില്ല. എൻ്റെ അല്ല, ഇളയാളിൻ്റേത് ഡിസംബറിലായിരുന്നു. അപ്പോൾ അന്നും ഇല്ലായിരുന്നു, അന്നും മുറിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഡിസംബറിൽ മുറിക്കാൻ പറ്റത്തില്ല. അന്നങ്ങ് അവൻ്റെ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നാണ് അമ്മ മരിക്കുന്നത്. അതുകൊണ്ട് ആ അമ്മ മരിച്ച ഡേറ്റും ഇതും കൂടെ ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ ഉള്ളൊരു ദിവസം. അതുകൊണ്ട് കേക്ക് മുറിക്കത്തില്ല ഞങ്ങളിപ്പോൾ. ഞാൻ അവൻ്റെ 4-ന് മുറിക്കുമായിരുന്നു. ഇപ്പോൾ ഈ വട്ടം 4-ന് മുറിച്ചില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ച് അവൻ്റെ അവനും വേണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി അവന്മാർ കൊണ്ടുവന്നത്. പിന്നെ അവന്മാർ കൊണ്ടുവരുമ്പോൾ നമ്മൾ മുറിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങാതെ അവൻ്റെ മാത്രം വേണ്ടെന്ന് വെച്ച്. അപ്പോൾ അവനും കൂടെ തന്നെ എല്ലാവരും കൂടെ പൈസ ഇട്ട്, അവർ കൂട്ടുകാരെല്ലാം കൂടെ, അവർ പഠിക്കുന്നവരെ എല്ലാവരും, അവർ 50-100 ഒക്കെ ഇട്ടാൽ എല്ലാവരും കൂടെ കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് നല്ലൊരു സന്തോഷമല്ലേ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. നല്ലതായിരുന്നു. യവന്മാരും അങ്ങനെ തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാളിൻ്റെത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ലതായിരുന്നു. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി. അവൻ പറയുമായിരുന്നു, എനിക്ക് ദേഹം ചൊറിയും, എൻ്റെ മുഖത്ത് മാത്രം നിങ്ങൾ കേക്ക് തേക്കല്ലേ, എൻ്റെ മുഖത്ത് കേക്ക് പറ്റി എനിക്ക് ഭയങ്കര ചൊറിച്ചില്ലാന്ന് പറയുക. അതുകൊണ്ട് അവർ മുഖത്തൊന്നും തേച്ചില്ല. പക്ഷേ അവന് 8-ൻ്റെ ഒരു പണി അവർ അവസാനം കൊടുത്തവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഇതൊക്കെയല്ലേ മനുഷ്യന് ഏറ്റവും വലുത്. ഇതിൽ കൂടുതൽ എന്തോ വേണമല്ലേ? നമുക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഒരു കുഞ്ഞു സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വീട്ടിലേത്? ഇനിയിപ്പോൾ അടുത്ത 8-ൻ്റെ പണി ഇപ്പോൾ അവന്മാർ കൊടുക്കും. ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ഇപ്പോൾ വിളിച്ച് വെളിയിലാക്കി 8-ൻ്റെ ഒരു പണി കൊടുക്കുന്നുണ്ട്. എൻ്റെ അനിയൻ്റെ വായിൽ വെച്ച് കൊടുത്ത്. ഇതാണ് ഇളയാൾ കേട്ടോ. അങ്ങനെ അവന്മാർ കണ്ട എല്ലാം നല്ല സന്തോഷത്തില്ല എല്ലാവരും. എല്ലാവരും എല്ലാം നടന്ന് ചിരിച്ച് ഭയങ്കര ബഹളമോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഇട്ടാന്ന് വിചാരിച്ച്. ഭയങ്കര ബഹളമെന്ന് വെച്ചാൽ ഭയങ്കര ബഹളം. എല്ലാവരും കൂടെ വന്ന് ഭയങ്കര ബഹളം. ഇവരെങ്ങനെയാ ഭയങ്കര കൂട്ടാട്ടോ എല്ലാവരും. ഇവർ കുഞ്ഞിലെ തൊട്ടേ ഒത്തു പഠിച്ചവരാ, ഒരുമിച്ച് പഠിച്ചതും ഇവിടെ അടുത്തൊക്കെ ഉള്ളതും തന്നെ. അതുകൊണ്ട് രണ്ടുപേരും കൂട്ടുകാരാണ്. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടാണ്ടാ. ഞാൻ പറഞ്ഞില്ല 8-ൻ്റെ ഒരു പണി 10 മുട്ടയായിട്ടാണ് വന്നത്. ആ മുട്ട എല്ലാം അവൻ്റെ ദേഹത്ത് പൊട്ടിച്ചൊഴിക്കുക. പാവം എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മൊത്തവും ആയി മുട്ട കൊണ്ട്. താലയും പേറും മൊത്തവും മുട്ടയാണ്, മഞ്ഞപ്പൊടിയാണ്, എന്തൊക്കെയാണെന്ന് അവന്മാർ ഒഴിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അവന്മാർ ചെയ്യാമെന്നുള്ളതിൻ്റെ അങ്ങേറ്റം ചെയ്തു. അതുകൊണ്ട് അവൻ തലേന്ന് മൊത്തം അവൻ പറയുന്നതെന്ന് വെച്ചാൽ, വണ്ടിയിൽ മാത്രം മുട്ട ഒഴിക്കല്ലേ, എൻ്റെ ദേഹത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, വണ്ടി എനിക്ക് രാവിലെ ഇരുന്ന് കഴുകാൻ വയ്യെന്ന്. അതായി പറഞ്ഞ് ദേഹൻ്റെ മൊത്തത്തിൽ ഇതായിപ്പോയി. തലേന്ന് വാരി എടുക്കുക മുട്ടത്തോട്. അത്രയ്ക്കാണ്ട് മൊത്തം മുട്ടയാണ് അവിടെ, മൊത്തം മുട്ടയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലി ഇറങ്ങി വന്ന് മുട്ട കഴിഞ്ഞു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. അടുത്തവൻ്റെ കൂടെ പറയുക, നിൻ്റെ ബർത്ത്ഡേ അടുത്ത ആഴ്ചയിലുണ്ടല്ലോടാ, നിനക്ക് ഇതിൻ്റെ അപ്പുറത്തെ പണി ഞാൻ തരൂടാന്ന് പറഞ്ഞത് പറയുക. രക്ഷപ്പെട്ടൊന്നുമല്ല, സന്തോഷത്തോടെ പറയുകയുണ്ട്. എല്ലാവരും നല്ല ഇതിലാണ്.
എൻ്റെ മൊത്തത്തിൽ മുട്ടത്തോട് വരുന്നു. ഈ പാവം കൊച്ചിന് രാത്രി 12 മണിക്ക് കുളിക്കണം. അതാ ഭയങ്കര ഒടുക്കത്തെ തണുപ്പുമാണ്. ഇതൊക്കെ ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് എൻ്റെ വിശേഷങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എൻ്റെ വീട്ടിലെ കുഞ്ഞു വിശേഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പനിയൊക്കെ ആയി ഒറ്റ മാറിയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.